അങ്ങനെ ഹൈ ഫ്രണ്ട്സ് ടു ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത് ഹീറോയി പറഞ്ഞു കൊടുത്ത് മാത്സ് നന്നായി ചെയ്തത് ഡേസ് പോതാണ് മാത്സ് ഇംഗ്ലീഷ് ഹീറോയി പറഞ്ഞു കൊടുത്ത് മാറി ഇറക്കറട്ടെ കുറച്ച് ഹിന്ദി അവർക്ക് കുറച്ച് കഷ്ടമാണ് ഫ്രണ്ട് പറയാൻ തുടങ്ങി മച്ചേ സെൻഷൻ ഉണ്ടടി ഹിന്ദി ഞാൻ പറഞ്ഞു ഹീറോയി ക്യൂട്ടായി പറഞ്ഞു കൊടുത്ത് അത് അവർക്ക് രണ്ടുപേർക്ക് മണ്ടന്മാർക്ക് മനസ്സിലായില്ല ഹീറോയി പറഞ്ഞു കൊടുത്തിട്ട് രണ്ട് തലക്ക് മണ്ടയ്ക്ക് ഒരു കുത്തി അത് മാത്രമല്ല അവർക്ക് മനസ്സിലായി ഹീറോയി പറഞ്ഞു കൊടുത്ത് അവർക്ക് സമാധാനമായി ഹീറോ എങ്ങനെ ലാസ്റ്റ് എക്സാം ഹിന്ദി എല്ലാം എഴുതി കഴിഞ്ഞ് സമാധാനമായി എന്നെ പാസ് ഫൈലെന്നറിയും അതെ ഹീറോയിൻ്റെ കോളേജ് പറഞ്ഞ നല്ല ഫേമസ് കോളേജാണ് ആ കോളേജിൽ പഠിക്കാനായ ഹീറോയിൻ മാർക്ക് എടുത്ത എത്ര മാർക്ക് എടുക്കണം കൂടുതൽ മാർക്ക് ഹീറോയിൻ എല്ലാവരും കാട്ടി കൂടുതൽ മാർക്ക് എടുത്ത ഫസ്റ്റ് ടൈം നല്ല പഠിക്കുന്ന ഹീറോയിൻ അതേമാതിരി ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഹീറോയിൻ പറഞ്ഞു കൊടുത്ത് അത് വേഗം അവർക്ക് മണ്ടന്മാർക്ക് കയറും അങ്ങനെ ആര് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാവില്ല അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ ഹീറോയിൻ പാസ്സായി ഫസ്റ്റ് ഹീറോയിൻ്റെ ഫ്രണ്ട് നോക്കുക എല്ലാവരും ഇരുന്ന് നോക്കുക ഹീറോയിൻ ഡാഡിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഫ്രണ്ട് പറയായിരുന്നു മച്ചി നീ പാസ് ഇനി അത് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എടി മച്ചി അവരെല്ലാം നോക്കിയായിരുന്നു എടി ഞാൻ വീട്ടിലൊക്കെ പോകാമെന്ന് രണ്ടുപേരും വീട്ടിലൊക്കെ ഓടിപ്പോയി അവർ അച്ഛനമ്മ വിളിച്ചായിരുന്നു അങ്ങനെയായിട്ട് കീർത്തിൻ്റെ അച്ഛൻ ഫസ്റ്റ് നോക്കി പാസ്സായില്ല നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഫയൽ അങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ പാസ് അപ്പോൾ സമാധായി പറഞ്ഞു തന്നത് മണ്ടേ കയറിയായില്ല എന്താവത്തായിട്ട് കീർത്തിക്ക് ടെൻഷനായി കീർത്തിൻ്റെ അച്ഛൻ സബാസ് മെഡിക്ക് അങ്ങനെ പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയി അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പൂജൻ്റെ അച്ഛനക്ക് ടെൻഷനായി പൂജയുടെ അച്ഛൻ ബടി എടുത്ത് വെച്ചിട്ട് പഠിച്ചില്ല കറങ്ങുന്ന എല്ലാം കട്ടാക്കും ഞാൻ നീ ഇതിൽ പാസ്സായില്ല നോക്കിക്കോ നീ എല്ലാത്തിലും പാസ്സായില്ല ഇതിലെല്ലാത്തിലും പാസ്സായില്ല നിനക്ക് പൈസ കട്ട് നിനക്ക് ഫുഡും നിനക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റില്ല അങ്ങനെയായിട്ട് അച്ഛൻ പറഞ്ഞിട്ട് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഫാസ്റ്റ് അതുകൊണ്ട് അച്ഛൻ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി അങ്ങനെയായിട്ട് 3000 രൂപ അവൾക്ക് കൊടുത്തിട്ട് അച്ഛന് പാർസൽ 3000 രൂപ എടുത്ത് ഹീറോയിൻ ഫ്രണ്ട് പൂജക്ക് കൊടുത്ത് അവിടെ നിന്ന് അച്ഛന് പോയി 3000 രൂപ കിട്ടി ഒറ്റ ഓടിപ്പോയി ഫ്രണ്ടിനോട് ഹലോ മച്ചി ഞങ്ങൾ എൻജോയ് ചെയ്യാം പാർട്ടി വെക്കാം അത് വെക്കാം ഇത് വെക്കാം പറഞ്ഞ് അങ്ങനെയായിട്ട് അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരു ഫേമസ് ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു ഹീറോയിൻ മച്ചി ഐസ്ക്രീം ഷോപ്പ് ഉണ്ടടി നമുക്കവിടെ പോയിട്ട് ഐസ്ക്രീം കഴിക്കാൻ പുതിയ ഷോപ്പടി എല്ലാ ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം മാത്രമല്ലടി അവിടെ ഡിഷിലുണ്ട് അത് ഹോട്ടലടി മച്ചി എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ അവിടേക്ക് പോവാന്ന് പറഞ്ഞായിരുന്നു എടി മച്ചി എൻ്റെ അച്ഛൻ 3000 രൂപ തന്നെ പൂജ പറഞ്ഞു നിൻ്റെ അച്ഛൻ നിനക്ക് 3000 രൂപ തന്നതാ എൻ്റെ അച്ഛൻ എനിക്ക് 4000 രൂപ തന്നു എന്നിട്ട് കീർത്തി പറഞ്ഞു കേട്ട് ഷോക്കായി ഹീറോയ്ക്ക് എന്ത് 4000 രൂപ തന്നതാ എൻ്റെ അച്ഛൻ എനിക്ക് 5000 രൂപ തന്നു ഇത് കേട്ട് രണ്ടുപേർ ഷോക്കായി അച്ഛൻ 5000 രൂപ തന്നതാ അതെ മച്ചി അതുമാത്രമല്ല എൻ്റെ അമ്മ എനിക്ക് 6000 രൂപ തന്നു അങ്ങനെ ഹീറോയി പറഞ്ഞു ഇത് കേട്ട് അവർക്ക് ഷോക്കായി മച്ചി 6000 രൂപ തന്നതാ അതുമാത്രമല്ല എൻ്റെ ചേട്ടൻ എനിക്ക് പോക്കറ്റ് മണി 7000 രൂപ തന്നു ആണ് ഹീറോയി പറഞ്ഞു ഇത് കേട്ട് അവർക്കുള്ള ഷോക്ക് അടിപ്പാവേ നിനക്ക് പണം തന്നോ അതെ അങ്ങനെ 2 ഗേൾസ് പറഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്ക് ചേട്ടനുണ്ടല്ലോ വെച്ചിട്ടുള്ളത് ജോബൊക്കെ പോകുന്നത് അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനും ഹീറോയിൻ്റെ ചേട്ടനും അവർ 2 പേരും ചേട്ടൻ ഫ്രണ്ട്സ് ഹീറോയി എങ്ങനെ ഫ്രണ്ട്സ് അതേമാതിരി അവർ ഫ്രണ്ട്സാണ് അങ്ങനെയായിട്ട് പറയും സാഡായിരുന്നു അങ്ങനെ സാഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ 2 പേർക്ക് കോൾ വന്നായിരുന്നു നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചായിരുന്നു ഞങ്ങളുടെ പാർക്കിലുള്ള അങ്ങനെ ഹീറോയി പാർക്കിലാണ് സംസാരിക്കുകയാണായിരുന്നു ഞങ്ങളിപ്പോൾ വരുന്നുണ്ട് പറഞ്ഞു 2 പേര് ചേട്ടനാണ് ഹീറോയിൻ്റെ ചേട്ടനുണ്ടായിരുന്നു അങ്ങനെ 2 പേരെ വിളിച്ച് 2 പേരെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടിപ്പോയി ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഇതിലെന്താ കാർഡ് തന്നുപോയെ എൻ്റെ ചേട്ടൻ എന്തിപ്പോൾ കത്തൊന്നു തന്നതാ എന്ന് 2 പേർ തുറന്നിക്കും അതിൽ 7000 രൂപ ഉണ്ട് അങ്ങനെ 2 പേർക്ക് ഹാപ്പിയായി മച്ചി എനിക്ക് 7000 രൂപ കിട്ടി ജിങ്ക് ജാ അവർ 2 പേർ തുള്ളതാണ് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു നിനക്ക് 7000 രൂപ കിട്ടിയോ എന്നാൽ ഹീറോയിൻ്റെ വീട് സാഡായിരുന്നു ഹീറോയിൻ 7000 രൂപ കിട്ടിയോ എന്ത് ഹീറോയിൻ വീട് സാഡായിരുന്നു ഹീറോയ്ക്ക് ഒരു കോൾ വന്നാണ് ഹലോ ആരാ എടി മണ്ടി നിൻ്റെ ചേച്ചിയാണ് ഞാൻ ഹീറോയിൻ്റെ ചേച്ചി ഹലോ ചേച്ചി സുഖമാണോ സുഖാണ് ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി ചേച്ചിയുടെ ഓർമ്മ ഉണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു അതെ ഹീറോയിൻ്റെ ചേച്ചിക്ക് മാരേജായി ഇപ്പോൾ 2 ബേബി ഉണ്ട് ഹീറോയിൻ്റെ ചേച്ചി ഞാൻ പാർക്കിലുണ്ടോ എന്ന് പറഞ്ഞു ചേച്ചി പാർക്കിലുണ്ടോ അതെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഹീറോയിൻ്റെ ചേച്ചി എന്താ സുഖമെന്ന് ചേച്ചി ശരി നീ അതിൻ്റെ ഓൾറെഡി മണി കെട്ടായിരുന്നു മാത്ര നീ കേട്ടോ ചേച്ചി ഞാൻ
ചേച്ചി ഞാൻ 5000 കേട്ടത് ചേച്ചി നിങ്ങൾക്ക് 5000 20,000 എടുത്തോ എന്ന് ഹീറോയിൻ്റെ ചേച്ചി 20,000 അയച്ച് ബൈ മാനു സുഖം ഇരുന്നോ. ആ ചേച്ചിക്ക് കുറച്ച് ലേറ്റായി, ഞാൻ പോവാം. എന്നാൽ ഹീറോയിൻ്റെ ചേച്ചി അവിടുന്ന് പോയി. 20,000 കിട്ടി, ചിക്കിച്ചാന്ന് ഒറ്റ ഓട്ടോ. ഹീറോയിൻ്റെ ഫ്രണ്ട് വരുമ്പോൾ തുടങ്ങി എനിക്ക് 20,000 തന്നെ ചേച്ചി 20,000 എന്ത് അവർക്ക് ഷോക്കായിരുന്നു. എന്ത് 20,000? അങ്ങനെ അവർ ഞെട്ടിപ്പോയി. അതെ ഹീറോയിൻ്റെ ചേച്ചി ഇങ്ങനെ ഹീറോയിൻ്റെ ചേച്ചി പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ചേച്ചി ഒരു ആക്ടറാണ്, അത് പറഞ്ഞ ഒരു ഹീറോയാണ് ബിസിനസ് മാൻ്റെ മാരേജ് കഴിച്ചാണ്. അങ്ങനെ രണ്ടുപേർക്ക് ലവ് മാരേജാണ്. അങ്ങനെ ബിസിനസ് മാൻ്റെ മാരേജ് കഴിച്ചായിരുന്നു. ഹീറോയിൻ ചേച്ചി എനിക്ക് ഷൂട്ടിംഗ് ലേറ്റായെന്ന് ഹീറോയിൻ ചേച്ചി അവിടെ നിന്ന് പോയി. ഹീറോയിൻ ഫ്രണ്ടിൽ പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മച്ച്. അങ്ങനെ എല്ലാവരും ആ ഷോപ്പിക്ക് വന്നു. അവർ ഇടുന്ന ഐസ്ക്രീം കഴിക്കുക. എനിക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കാം. ഇവിടുത്തെ ഫുഡെല്ലാം ഓർഡർ ചെയ്തായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയ ഹീറോയിൻ മുടി ലോങ് ഹെയർ ഇതേമാതിരി ഡിസൈൻ ഇട്ട് ഹീറോയിൻ ഫുഡ് കഴിക്കായിരുന്നു. നല്ല ടേസ്റ്റ് മച്ച്. അങ്ങനെ ആറമ്മ ചിന്നു പറയാൻ തുടങ്ങി എന്തൊരു കഷ്ടമല്ലടാ. അതെ എന്നെ അവർ രണ്ടുപേരും പറഞ്ഞു വരായിരുന്നു. ഹീറോയ്ക്ക് വായിസ് കേട്ട് ഹീറോയി തിരിഞ്ഞു നോക്കും. ഫസ്റ്റ് ജിന്ന് വന്നായിരുന്നു. ജിന്ന് ഫോണിൽ സംസാരിച്ച് വന്ന് അകത്ത് വന്ന് ഹീറോയി ജിന്നിനെ നോക്കി ബ്ലാന്ന് വായിക്ക് വളർന്ന് നോക്കാൻ തുടങ്ങി. ജിന്നു വരുന്ന ഹീറോയ്ക്ക് കാണാൻ പറ്റുന്നത്. ജിന്നിനെ നോക്കി വെച്ച് കണ്ണെടുക്കാതെ ഹീറോയി സൈറ്റ് അടിക്കണേ. ക്യൂട്ടായിട്ട് അതെ ഹീറോയി ജൊല്ലു വിട്ട് സൈറ്റ് അടിക്കും. ഇത് കണ്ട് റോസിയും കീർത്തിയും ഇവളെ എവിടെ നോക്കുന്നത്. ഓഹോ കഥ ഇങ്ങനെ പോകുന്ന എടി. വാവ് ഫോണുണ്ട് ഞാൻ ഫോട്ടോ എടുക്കല് ടിക്ക് എന്ന് ഫോട്ടോ എടുക്കായിരുന്നു ഹീറോയി മച്ചി. എടി കയ്യിൽ ഫോണിൽ ഫുഡ് എടി. അങ്ങനെ ഹീറോയിൻ നൂഡിൽസാണ് കഴിക്കുമായിരുന്നു. ഫസ്റ്റ് നൂഡിൽസാണ് ഹീറോയിൻ മേങ്ങിയത്, അത് കഴിക്കുമായിരുന്നു. ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഹീറോയിൻ. സ്പൂണിലാണ് കഴിക്കുന്നത്. ഫോട്ടോ എടുത്തു. അതിന് മുന്നേ ഷുഗ വന്നു. അയ്യോ ക്യാറ്റ് ബോയ്. അങ്ങനെ ടിക്ക് എടുക്കാൻ തുടങ്ങി. ഷുഗ പോയി. നെക്സ്റ്റ് ഹോബി ടെൻഷനായി വരാൻ തുടങ്ങി. ഹോബിൻ്റെ ഫോട്ടോ വന്നു. ആറമ്മിൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഫ്രണ്ടിൽ കൺഫ്യൂസായി തളയിൽ കറങ്ങാൻ തുടങ്ങി. ലാസ്റ്റ് അങ്ങനെയായിട്ട് ഹോബി പോയ ജിമ്മിന് വന്നു. ജിമ്മിന് കണ്ടിട്ട് മൂച്ച എന്നടി മൂച്ച പറഞ്ഞ ഇല്ലടി ഞാനൊരു ഫുഡ് ഓർത്ത അന്ന് ജിമ്മിനെ നിച്ച ബച്ചി. അങ്ങനെയായിട്ട് ഫ്രണ്ട് പറയായിരുന്നു. ഹീറോ ജിമ്മിൻ്റെ ഫോട്ടോ എടുത്തത്. വന്നു വാവ് ഹൻസം ആയിട്ടുണ്ടല്ലോ. അത് വീൻ്റെ ഫോട്ടോ എടുത്താൽ തുടങ്ങി.